പൈനാപ്പിൾ അട തയ്യാറാക്കാൻ ആദ്യമേ തന്നെ ശർക്കര ഉരുക്കി അതൊന്ന് അരിച്ചെടുക്കണം. കല്ലില്ലാതിരിക്കാനാണ് കേട്ടോ, ഇല്ലെങ്കിൽ അടയിൽ കല്ല് കടിക്കും. ഈ മിശ്രിതത്തിലോട്ട് തേങ്ങ ചിരവിയതും ഒപ്പം തന്നെ ജീരകം, ഏലക്ക എന്നിവ പൊടിച്ചതും ചേർക്കുക. പൈനാപ്പിൾ അട ആയതുകൊണ്ട് തന്നെ കുറച്ച് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കുക. ബാക്കി പൈനാപ്പിൾ നമ്മൾ അരച്ചെടുക്കണം, നമുക്ക് പൊടിയിൽ കുഴയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇവയെല്ലാം ചേർത്ത് നല്ല രീതിയിൽ വെള്ളം വറ്റിച്ചെടുക്കണം. ഇതാ ഇങ്ങനെ ഇരിക്കും. ശേഷം അരിപ്പൊടി ഇടുക. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർക്കണം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാൻ മറക്കരുത്. ഈ ഒരു ജ്യൂസ് കൊണ്ട് മാത്രം ഈ പൊടി കുഴഞ്ഞു കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമായി വന്നാൽ കുറച്ച് ചെറു ചൂടുവെള്ളം കൂടി ചേർത്ത് നല്ല രീതിയിൽ അട പരത്താൻ പറ്റുന്ന രീതിയിൽ കുഴച്ചെടുക്കണം. ഇത് നല്ല രീതിയിൽ കട്ട കെട്ടാത്ത രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ അട അത്ര സുഖമാവില്ല. നല്ല രീതിയിൽ ഇലയിൽ പരത്തുമ്പോൾ അതേ രീതിയിൽ കിട്ടണമെങ്കിൽ കട്ടയൊന്നും കൂടാത്ത രീതിയിൽ പതിയെ സാവകാശം സമയമെടുത്ത് തന്നെ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ആ സമയത്ത്. പിന്നീട് വാഴയില എടുത്ത് കഴുകി തുടച്ച് അതിലേക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി പൈനാപ്പിൾ മിശ്രിതം നമ്മൾ നല്ല രീതിയിൽ പരത്തി കൊടുക്കണം. ഏകദേശം എല്ലാ ഭാഗവും ഒരേ രീതിയിൽ കനം വരത്തക്ക രീതിയിൽ വേണം നല്ല രീതിയിൽ നമ്മൾ പരത്തിയെടുക്കുക. ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര, തേങ്ങ, ജീരകം, ഏലക്കാപ്പൊടി എന്നിവ ചേർന്ന മിശ്രിതം പരത്തി കൊടുക്കണം. വേണമെങ്കിൽ മുഴുവൻ പരത്താം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാഫ് പോർഷൻ മാത്രം പരത്തിയാൽ മതിയാവും. കാരണം നമ്മൾ ഇല മടക്കി അടയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അത് ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് പകുതി പരത്തി അതിൻ്റെ മുകളിലേക്ക് ബാക്കി ഭാഗം കൂടി മടക്കി വെച്ചാൽ മതിയാവും. ശേഷം അപ്പച്ചെമ്പ് ചൂടാകുമ്പോൾ അതിലേക്ക് ഈ ഇല അട എടുത്ത് വെച്ച് ആവി കയറ്റി നല്ല രീതിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചുട്ടെടുക്കുന്ന അടയല്ല കേട്ടോ, ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന അടയാണ്. ഇത് ചുട്ടെടുത്താലും പ്രശ്നമില്ല, ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ റെഡിയാക്കാം. ഇതിപ്പോൾ നമ്മൾ ആവി കയറ്റിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചൂടാറി കഴിഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റാം. ഇലയുടെ ആയതുകൊണ്ട് തന്നെ ഇത് അപ്പച്ചമ്പിൽ അടുക്കി വെക്കുമ്പോൾ ചിലപ്പോൾ വേണ്ട രീതിയിൽ നടുഭാഗം വേവാൻ സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് വാഴയിലയുടെ തണ്ട് തന്നെ ഓരോ അട വെക്കുമ്പോഴും അതിനിടയിലൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആവി കയറാനുള്ള സ്പേസ് ഉണ്ടാവും. അപ്പോൾ അത് അട്ടിയിട്ട പോലെ ഇരിക്കത്തില്ല. അപ്പോൾ എല്ലാ ഭാഗവും നല്ല പോലെ വേവുകയും ചെയ്യും. ശർക്കരയും പൈനാപ്പിളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റ് അപ്പാര ടേസ്റ്റാണ് കേട്ടോ, പറയാതെ വയ്യ. മസ്റ്റ് ട്രൈ ഐറ്റമാണ്, വെറൈറ്റി ടേസ്റ്റാണ്.